മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനൂപ് ജേക്കബ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഫോഴ്സിന് ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ NDRFൻ്റെ ഫോഴ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മുഖ്യമന്ത്രി നേരിട്ട് ഫോഴ്സ് അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവെ എല്ലായിടത്തും വളരെ മഴയുടെ തോത് കുറയുന്നതാണെങ്കിൽ പോലും ശക്തമായ രീതിയിൽ തന്നെ മുന്നൊരുക്കങ്ങളും അപകടങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശവും തെക്കൻ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വടക്കൻ മേഖലയിലായിരിക്കും മഴ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10-10:30 വരെയാണ് റെഡ് അലർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലും മഴ ഇടവിട്ടുള്ള മഴ ഉണ്ടാകുന്ന മാത്രമല്ല 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റുകൂടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിൻ്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. പൊതുവെ മഴ ശക്തമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ അപകടങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെൻറ് കാണുകയാണ്. കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ചില രീതിയിലുള്ള മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് കോടൂർ നൂറാടി പാലത്തിനടുത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് നീക്കം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഗതാഗതക്കുരുക്കാണ് വളരെ പല ഭാഗങ്ങളുണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി റോഡിലേക്ക് വന്ന് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊതുവെ മഴ വളരെ ശക്തമായ രീതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രയാസങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മഴ 5 ദിവസം തുടർച്ചയായ മഴ കേരളത്തിലുണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗം, ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിരുന്നു. റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും ആ മഴയുടെ സാധ്യതയും മുന്നൊരുക്കങ്ങളും നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സ്വാഭാവികമായ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ ഭാഗമായി മഴയുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ 5 ദിവസത്തെ മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യോഗം ചേർന്ന് എല്ലാ ജില്ലാ കളക്ടേഴ്സിനും വിവരം നൽകിയിരുന്നു. ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്ക് നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ, മഴ തുടങ്ങിയ മുതൽ തന്നെ ക്യാമ്പുകൾ പെട്ടെന്ന് നമുക്ക് പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയും ആലപ്പുഴയും ഉൾപ്പെടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയതുകൊണ്ടാണ്. ഇന്നും നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ, എവിടെയാണോ ക്യാമ്പുകൾ ആവശ്യമുള്ളത്, എവിടെയാണോ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടത്, അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിലെ 2 കേസുകളായിരുന്നു. ഇടുക്കിയിൽ 2 ഇടങ്ങളിലായിട്ടുള്ള 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒന്ന്, ആ 2 കേസും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുമതി 65 വയസ്സ്, കൊടിയത്തൂർ വില്ലേജാണ്, അടൂർ മലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അവർ മരണപ്പെട്ടത്. 65 വയസ്സ്. പിന്നീട് പീരുമേടാണ്, കൊലാളമേട്ടിൽ പീരുമേട് 77 വയസ്സ് പ്രഭാകരൻ, അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടത്. അതുപോലെ കോട്ടയം ജില്ലയിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്
സുമതിയുടെ സ്ഥലം കൊടിയത്തൂർ വില്ലേജിലെ അടൂർ മല, ഇടുക്കി ജില്ല. നമ്മളെ പ്രഭാകരൻ പീരുമേട്, കൊലാൽമേട്, 77 വയസ്സ്. കോട്ടയത്ത് 2 പേരാണ് നമ്മൾക്ക് മിസ്സിംഗ് ആയിരുന്നത്. അത് ഒന്ന് ജോസഫൻ ജോണി, ഒന്ന് റജീന ജോണി. അത് 2 പേര്, ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. റജീന ജോണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കോട്ടയത്ത് സ്ഥലം വ്യക്തമായിട്ട് പറയാം. ഈ 2 പേര്, റജീന ജോണിയുടെ ഇതാണ് ഇനി കിട്ടാനുള്ളത്. റജീന ജോണി, ജോണി ജോസഫൻ ജോണി. അതെ, അല്ല മകനും, അതെ മകൻ്റെ കിട്ടി, അമ്മയുടെയാണ് കിട്ടാനുള്ളത്.